സഹൃദയരെ, ലക്ഷദ്വീപിനെക്കുറിച്ചും ലക്ഷദ്വീപിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചും അവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം സൂചിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം അന്നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഭാവിയെ തന്നെ നിശ്ചയിക്കാൻ പോകുന്ന, പിറന്ന നാട്ടിൽ നിന്ന് ഒന്നുമില്ലാതെ അവരെ ആട്ടി ഓടിക്കാൻ പോന്ന ഭരണകൂട ഭീകരതയുടെ പുതിയ ഒരു ഡ്രാഫ്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് സംവദിക്കേണ്ടത്. അതിൻ്റെ മുന്നോടിയായി എന്താണ് ലക്ഷദ്വീപ് എന്നുള്ളത് കുറച്ചുകൂടെ വിശാലമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. 10ഓളം ദ്വീപിലാണ് ജനങ്ങൾ ഇന്ന് അധിവസിച്ചു കൊണ്ടിരിക്കുന്നത്. 32 സ്ക്വയർ കിലോമീറ്ററാണ് ലക്ഷദ്വീപിലെ ആകെ ഭൂവിസ്തൃതി. ഏറ്റവും വലിയ ഐലൻഡായ ആന്ത്രോത്തിന് 4.80 സ്ക്വയർ കിലോമീറ്ററാണ് ഭൂവിസ്തൃതി. ഏറ്റവും കുറഞ്ഞ ആളുകൾ അധിവസിച്ചു കൊണ്ടിരിക്കുന്ന ബിത്ര ദ്വീപിൽ 0.1 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ഭൂവിസ്തൃതിയുള്ളത്. ലക്ഷദ്വീപിലെ 100% തദ്ദേശീയരും ഇസ്ലാം മത വിശ്വാസികൾ. 10 ദ്വീപുകളിലായി ആകെ മൊത്തം ജനസംഖ്യ 64,429. സെക്സ് റേഷ്യോ 948 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ. സ്ത്രീ സാക്ഷരത നിരക്ക് 81.5. പുരുഷ സാക്ഷരത നിരക്ക് 93.15%. പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനവും നാളികേര കൃഷിയും സർക്കാർ ജോലിയും. പ്രധാന വാഹനം ബൈസിക്കിളും ഇരുചക്രവാഹനങ്ങളും. ചരക്കു നീക്കത്തിനായി ഉപയോഗിക്കുന്ന ടിപ്പർ ലോറികളും JCBയും കടന്നു പോകാൻ പാകത്തിൽ സിമൻ്റ് ചെയ്ത റോഡുകളാണ് ഇവിടെയുള്ളത്. ആരോഗ്യ രംഗത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മാത്രം ഉള്ളയിടം. വിദ്യാഭ്യാസ മേഖലയിൽ അങ്കണവാടി മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുവാനുള്ള സൗകര്യം. ശേഷം ഡിഗ്രി PG തലങ്ങളിൽ പഠിക്കുവാനായി കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ MOU സൈൻ ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 3 കോളേജുകൾ. അവിടെയുള്ള അധ്യാപകർ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്നയാളുകൾ. 1973 നവംബർ 1 ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രത്യേക തീരുമാനപ്രകാരം ലക്ഷദ്വീപ് എന്നു നാമകരണം ചെയ്യപ്പെട്ട് രൂപീകൃതമായ ഈ കേന്ദ്ര ഭരണ പ്രദേശത്തിന് കേരളവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ലക്ഷദ്വീപിലെ ജനവാസം ആരംഭിക്കുന്നത് തന്നെ കേരളത്തിൽ നിന്നുള്ള ജനങ്ങൾ ചെന്ന് അധിവസിച്ചു കൊണ്ടാണ് എന്നാണ് ലഭ്യമായ വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പണ്ട് കാലത്ത് കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന രാജാവ് മക്കയിലേക്ക് പുറപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ അന്വേഷിച്ച് പുറപ്പെട്ട ഒരു പറ്റം ആളുകൾ വഴിതെറ്റി ആദ്യം ബംഗാരം എന്ന് പറയുന്ന ദ്വീപിലെത്തിപ്പെടുകയും
പിന്നീട് അമിനി, കവരത്തി തുടങ്ങിയ സ്ഥലങ്ങൾ കാണുകയും ചെയ്തു. തിരികെ കേരളത്തിലെത്തിയ അവർ ഇങ്ങനെ ഒരു സംഭവം നടന്ന വിവരം അവിടെയുള്ള രാജാവിനെ അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടെ പല സന്ദർഭങ്ങളിലായി ലക്ഷദ്വീപിൽ വന്നു പോവുകയും ചെയ്തു. അതിനുശേഷം രാജാവിൻ്റെ പ്രത്യേക അനുമതി വാങ്ങി ഒരു കൂട്ടം ആളുകൾ ലക്ഷദ്വീപിലേക്ക് മാറി താമസം തുടങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. മലയാള ഭാഷ അനായാസേന കൈകാര്യം ചെയ്യുന്ന ലക്ഷദ്വീപ് നിവാസികൾ ചികിത്സക്കും കച്ചവട ആവശ്യത്തിനുമായി ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തെയാണ്. സ്കൂളുകളിൽ LKG മുതൽ PG തലം വരെ പഠിപ്പിക്കപ്പെടുന്ന സിലബസും കേരളത്തിൻ്റേതു തന്നെ. ഈ നാട് ഒട്ടേറെ പരിമിതികൾ അനുഭവിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റും ടെക്നോളജിയും വളരെയധികം വികസിച്ച ഈ കാലഘട്ടത്തിൽ പല ദ്വീപുകളിലും ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 2Gയും 3Gയും മാത്രം. അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളോ വലിയ ഹോട്ടലുകളോ ഒന്നുമില്ലാത്ത നാട്. രുചിയൂറുന്ന പുതുമയാർന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും പേരിന് പോലും കണ്ടെത്താൻ കഴിയാത്ത നാട്. ഈ നാട് തീർച്ചയായും വികസനം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ലക്ഷദ്വീപ് ഭരണകൂടം നടപ്പിലാക്കാൻ പോകുന്ന വികസനം എന്ത് എന്നതാണ് നമ്മെ ആശങ്കപ്പെടുത്തുന്നത്. അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. 28/4/2021 പ്രഫുൽ ഖോഡ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ ലക്ഷദ്വീപിൽ അവതരിപ്പിക്കപ്പെട്ട ദ ഡ്രാഫ്റ്റ് ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി റെഗുലേഷൻ 2021 ആണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ ആധാരം. വികസനവും ടൂറിസവും പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിക്കപ്പെട്ട ഈ ഡ്രാഫ്റ്റിൻ്റെ ആമുഖം നമുക്കൊന്ന് വായിക്കാം. To make provision for the orderly and progressive development of land in both urban and rural areas and to preserve and improve the amenities thereof for the grant of permission to develop land and for other powers of control over the use of land to confer additional powers in respect of the acquisition and development of land for planning. വളരെ വ്യക്തമാണ് കാര്യം. ലക്ഷദ്വീപിൽ വികസനം അർബൻ റൂറൽ ഏരിയാസിൽ വികസനം കൊണ്ടുവരികയും അവിടെയുള്ള അമ്യൂണിറ്റീസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ to develop land and for other powers of control over the use of land. ലക്ഷദ്വീപിലെ ഭൂമി വിനിയോഗത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ ദ അക്വിസിഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലാൻഡ് ഫോർ പ്ലാനിംഗ്. പ്ലാനിങ്ങുകൾക്കായി ഭൂമി ഏറ്റെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോട് മുൻനിർത്തിക്കൊണ്ടാണ് ഈ പ്ലാൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗമൊന്ന് വായിക്കാം. ഈ ഡ്രാഫ്റ്റിൻ്റെ 2ാം ക്ലോസായി പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ്റെ 9ാം നമ്പറായി പേജ് നമ്പർ 7 അവതരിപ്പിച്ചിരിക്കുന്ന വികസനം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. Development with its grammatical variations and conjugate expressions means the carrying out of building, engineering, mining, quarrying or other operations in, on, over or under land
the cutting of a hill or any portion thereof, or the making of any material change in any building or land. നോക്കൂ, ബിൽഡിംഗ് നിർമ്മാണങ്ങൾ, എൻജിനീയറിംഗ്, മൈനിങ്, ക്വാറിയിങ്, അതോടൊപ്പം സൂചിപ്പിച്ചിരിക്കുന്നത് കട്ടിംഗ് ഓഫ് എ ഹിൽ, കുന്നുകൾ ഇടിച്ചു നിരത്തുക. ഭൂമി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പ്രകാരം ലക്ഷദ്വീപ് അഗ്നിപർവ്വതം ജലത്തിൽ കടന്ന് ഘനീഭവിച്ച് അതിൻ്റെ ഉപരിതലത്തിലാണ് ഇന്ന് ആളുകൾ ലക്ഷദ്വീപിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭൂമിയിൽ കുന്നുകളോ മലകളോ കാണുവാൻ സാധ്യമല്ല. അത്തരമൊരു സ്ഥലത്ത് കുന്നുകൾ ഇടിച്ചു നിരത്തിക്കൊണ്ട് വികസനം നടത്തുക, അതുപോലെ തന്നെ മൈനിങ് നടത്തുക, ക്വാറിയിങ് ചെയ്യുക എന്നിവയൊക്കെ വികസനത്തിൻ്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്നു. അത് എവിടെ? എനി ലാൻഡ്, ഏത് ഭൂമികയിലും വികസനം നടപ്പിലാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ഈ ഭൂമി? ഈ ഡ്രാഫ്റ്റിൽ 11-ാം പേജിൽ ഡെഫിനിഷൻ്റെ 23-ാം നമ്പറായി ചേർത്തിരിക്കുന്നത് പ്ലാനിംഗ് ഏരിയ എന്താണ് എന്ന് പറയുകയാണ്. നോക്കൂ, പ്ലാനിംഗ് ഏരിയ മീൻസ് എനി ഏരിയ ഡിക്ലെയർഡ് ടു ബി പ്ലാനിംഗ് ഏരിയ അണ്ടർ ദിസ് റെഗുലേഷൻ. ഈ നിയമം അനുസൃതമായി ഏതൊരു ഏരിയയെയും പ്ലാനിംഗ് ഏരിയയായി ഡിക്ലെയർ ചെയ്യാൻ സാധ്യമാണ്. അത് റെസിഡൻഷ്യൽ ഏരിയ ആവാം, അഗ്രികൾച്ചറൽ ഏരിയ ആവാം, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളോ പള്ളികളോ മഖബറകളോ ഒക്കെ ഉള്ള ഇടങ്ങളാവാം. ഏതൊരു ഏരിയ വേണമെങ്കിലും പ്ലാനിംഗ് ഏരിയ ആയി പ്രഖ്യാപിക്കപ്പെടാവുന്നതാണ് എന്നാണ് ഈ ഡ്രാഫ്റ്റ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇതിൽ ഓണറെക്കുറിച്ച് വിവച്ഛേദിച്ചിരിക്കുന്നിടത്ത് ഇതിൻ്റെ പേജ് നമ്പർ 1021 ഒന്നാം നമ്പറായി ചേർത്തിരിക്കുന്ന ഓണർ എന്നതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് കാണുക. നോക്കൂ, ഓണർ ഇൻ റിലേഷൻ ടു എനി പ്രോപ്പർട്ടി ഇൻക്ലൂഡ്സ് ദ പേഴ്സൺ ഫോർ ദ ടൈം ബീയിങ് റിസീവിംഗ് ഓർ എൻടൈറ്റിൽഡ് ടു റിസീവ്, വെദർ ഓൺ ഹിസ് ഓൺ അക്കൗണ്ട് ഓർ ആസ് ഏജൻറ്റ്, ട്രസ്റ്റി, ഗാർഡിയൻ, മാനേജർ ഓർ റിസീവർ ഫോർ അനദർ പേഴ്സൺ or for any religious or charitable purpose. ഭൂമിയുടെ ഓണർ എന്ന് പറയുന്നത് അത് സ്വീകരിച്ച ആളായിരിക്കാം, ഏജൻ്റായിരിക്കാം, ട്രസ്റ്റി ആയിരിക്കാം, ഗാർഡിയനായിരിക്കാം, മാനേജറായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇത് സ്വീകരിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഫോർ എനി റിലീജിയസ് ഓർ ചാരിറ്റബിൾ പർപ്പസ്, മതപരമായോ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ സ്വീകരിച്ച സ്ഥലങ്ങളായിരിക്കാം. അത് കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളെല്ലാം ഓണർ എന്ന വിവക്ഷയിൽ വരുന്നതാണ്. നോക്കി, ഇവിടെ ഏത് ഏരിയ വേണമെങ്കിലും വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കാം എന്നാണ് ഈ ഡ്രാഫ്റ്റ് സൂചിപ്പിക്കുന്നത്.